ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചോറ് താളിച്ചതാണ്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഇത് വയ്ക്കുക, ഒരു പാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്ക് കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ചോറ് നമുക്ക് ഇതങ്ങനെ ഉലർന്നിരിക്കുന്ന ചോറാണെങ്കിൽ നന്നായിട്ടുണ്ടാകും. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ രാവിലേക്ക് ഇതങ്ങനെ കറികളൊന്നും ഇല്ലാതെ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി. ഇനി നമുക്ക് കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറന്ന ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാൻ പോണത് കുറച്ച് പൂണ്ടാണ്. പൂണ്ട് നന്നായിട്ട് ഇതങ്ങനെ ചതച്ച് വയ്ക്കാം. ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു വറമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറുന്ന വരയ്ക്ക് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. പൂണ്ടിച്ചോറെന്നും പറയാം, ഉള്ളിച്ചോറെന്നും പറയാം, ചോറ് താളിച്ചതെന്നും പറയാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് വെളുത്തുള്ളി വേണ്ട. ഇതിന് നല്ല മണം ഉണ്ടാകും. വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റും മണം ഉണ്ടാകും. ഇനി നമുക്ക് നന്നായിട്ട് വറന്നു കഴിഞ്ഞു. ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വറന്നു വന്നിട്ടുണ്ട്. നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. കട്ടയുള്ള ചോറാകുമ്പോൾ നന്നായിട്ടില്ല. നല്ല ഉലർന്നിരിക്കുന്ന ചോറാകും നന്നായിട്ടുണ്ടാവും. ചോറിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവ് ഇത് മതിയെ വെച്ചാൽ നമുക്ക് അത് മതി. എരിവ് പോരാ വെച്ചാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് എരിവ് കഴിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. താളിച്ച ചോറ് സൂപ്പറായിട്ടുണ്ടാകും. നല്ല നമുക്ക് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സൂപ്പർ മണം ഉണ്ടാകും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ കുട്ടികൾ നന്നായി കഴിക്കും. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് പച്ചമുളക് ഇഷ്ടമല്ല വെച്ചാൽ പച്ചമുളക് ഇടണ്ട, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. സൂപ്പറായില്ലേ താളിച്ച ചോറ്? അടിപൊളിയായി. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ റെഡിയായി. ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പടമോ പൊട്ടാറ്റോ വറുത്തതോ എന്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇപ്പോൾ താളിച്ച ചോറ് റെഡിയായി. ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം. എല്ലാവർക്കും ബായ്.